ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് നമ്മൾ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 തേങ്ങ ചിരകി വെച്ചതാണ്. തേങ്ങ ചിരകിയിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മാത്രം മതി. നമ്മുടെ തേങ്ങയിലോട്ടുള്ള പഞ്ചസാര മാത്രം മതി, അധികം വേണ്ട. കാരണം നമ്മുടെ അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ എടുക്കാം, സോഡാപ്പൊടി എടുക്കാം. അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ അതുപോലെ തന്നെ ഇനി അത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തേങ്ങ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ പഞ്ചസാര അലിയോളം നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. അത് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കാം. അതിന് ശേഷം നമ്മുടെ പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു പാക്കറ്റ് പൊടി മുഴുവൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല നനവുണ്ട് ഇപ്പോൾ. അത് നമ്മുടെ തേങ്ങയുടെ പാലിനനുസരിച്ച് ഇരിക്കും കേട്ടോ, നമ്മൾ ഒരു ഉപയോഗിക്കേണ്ട പൊടീൻ്റെ അളവ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് അമൃതപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും നനവ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റും ഒരു 1/4 കപ്പും കൂടെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് പൊടി. അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നല്ലോണം വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിയണം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടില്ല, തേങ്ങയിലുള്ള പാല് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണെന്ന് മാത്രം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. കണ്ടോ? ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട്. ഒരു ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള പ്ലേറ്റാണ്, അതിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. പഴയ കുക്കറാണ്. കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു അടി കട്ടിയുള്ള പാത്രം ആയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 മിനിറ്റായിട്ട് ചൂടാവാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതിലോട്ടൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള പ്ലേറ്റ് ഇതിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം, ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റോളം മതിയാവും കേട്ടോ, ഇത് വെന്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. തണുത്തതിന് ശേഷം മാത്രമേ അത് ഒന്ന് ക്രിസ്പായി കിട്ടുള്ളൂ. പിന്നെ വല്ലാണ്ട് ക്രിസ്പാവാൻ നിൽക്കരുത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ക്രിസ്പി ആവട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കരുത്. കാരണം അങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ അത് ചെയ്യരുത്. ഇത് ഞാൻ കുക്ക് റേഞ്ചിലും കൂടെ വെക്കുന്നുണ്ട്. കുറേ ബിസ്ക്കറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പാത്രത്തിൽ മാത്രം ഉണ്ടാക്കിയാൽ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് റേഞ്ചിലും കൂടെ വെച്ചിട്ടുണ്ട്. അത് അത്രയും ടൈമും വേണ്ടി വരില്ല കേട്ടോ.
കണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു 6-7 മിനിറ്റ് ഇതിനെടുത്തിട്ടുള്ളൂ. ഇത് വേഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കുന്ന സമയത്തും ക്രിസ്പി ആയിട്ടില്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ട് തന്നെയാണുള്ളത്. പക്ഷേങ്കിൽ ഒരു ചെറിയ കളർ ചേഞ്ച് വന്നപ്പം ഞാൻ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഒന്നങ്ങോട്ട് ക്രിസ്പി ആവത്തുള്ളൂ. ആ സോഫ്റ്റ്നെസ് ഒന്ന് മാറിപ്പോവും. കുട്ടികൾക്ക് കഴിക്കാനും അത് തന്നെയാണ് ഈസി. നമ്മൾ ഏത് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ടൈമിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലാണ്ട് എടുക്കുന്ന ടൈമിൽ ക്രിസ്പി ആവാനായിട്ട് നിൽക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അടിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോവും. ഇപ്പം ഞാൻ നമ്മുടെ കുക്കറിൽ വെച്ചത് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന ഈ സമയത്ത് ഇത് സോഫ്റ്റാണ് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.